ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കുളിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ആകെ ശക്തിയൊക്കെ പോയി കിടക്കാനുണ്ടില്ലേ, ഇങ്ങനെ നല്ല പരത്തി വെച്ചേക്കുന്നത് പോലെ. ഇടയ്ക്കിടയ്ക്ക് മുടിക്ക് ഞാനൊരു വെളിച്ചെണ്ണ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളതാണ്. അപ്പം അത് ചെയ്തപ്പോൾ മുടി ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും. നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് ചെയ്തിട്ടുണ്ട്. വേറെ കമ്പനിയുടെ ഒന്നുമല്ല, വീട്ടിൽ തന്നെ കാച്ചിച്ച വെളിച്ചെണ്ണ കൊണ്ടുവരും. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ അങ്ങോട്ട് തേക്കും, പിടിപ്പിക്കും, കുളിച്ചങ്ങോട്ട് കളയും. അപ്പം അതൊന്നുമല്ല, പരീക്ഷയുടെ ക്ഷീണം മാറാനായിട്ട് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. 7 വർഷത്തിന് മേലെ പന്ത് തൊട്ടിട്ട്. അതിന് മുന്നേ +2 വരെയൊക്കെ ടീമിലൊക്കെ ഉണ്ടായതാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഗർഭണനാണ് പറഞ്ഞത്. അപ്പോൾ കളിച്ച് നോക്കട്ടെ പോയിട്ട്. മിക്കതും ഞാൻ ആ ഗ്രൗണ്ടിൽ പെറും, അവിടെ കിടന്ന് ഉരുളും. കാലിന് ഈ അനങ്ങാണ്ടിരുന്നിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള നടത്തും. പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോഴുള്ള മറയലല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താവുന്നൊരു പിടിയില്ല. എന്തായാലും പോയി നോക്കാം. പിന്നെ ഇവിടെ എങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, ചിലയിടത്തൊക്കെ ഓപ്പൺ ഗ്രൗണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ പോയി കളിക്കാം. പക്ഷെ അവിടേക്കല്ല നമ്മൾ പോണേ. അതിപ്പോൾ നമ്മുടെ നാട്ടിലുമില്ലല്ലോ, എക്സ്റ്റൻഷൻ്റെ വക്കിലാണല്ലോ. അതേ സ്കീം തന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ പോണത്. ഇപ്പോൾ തണുപ്പുള്ളതിൻ്റെ പേരിൽ പോകുന്നത് ഈ ടർഫ് പോലത്തെ സെറ്റപ്പിലേക്കാണ്. 20 സ്ലോട്ട് വെച്ച് കൊടുക്കണം പെർ ഹെഡ്. നമ്മളത് കൊടുക്കും, നമ്മൾ കളിക്കും. അമ്മേ ഈ ടൈമിൽ തന്നെ പിടിച്ചാലേ. ഇപ്പോൾ കൊടുക്കും, കളിക്കും, എന്നൊരു ബാക്കി കാര്യങ്ങൾ. ഈ പഹയന്മാർ വിളിച്ചിട്ടാണ് ഞാനിന്ന് ഫുട്ബോൾ കളിക്കാൻ പോണേ. ഇവരല്ലാതെ വേറെ ആര് വിളിച്ചാലും ഞാനിന്ന് പോകില്ല. കാരണം പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ഇളകട്ടെ എന്ന് വെച്ച് ഞാനങ്ങോട്ട് കളിക്കാം എന്ന് തീരുമാനിച്ചു. ഈ പറയുന്ന ടർഫ് ഏതോ ഒരു മുക്കിലാണ്, എവിടെയാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ടർഫ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിലാണ് അത് കണ്ടത്. എന്താണെന്നല്ലേ, ഒരു വലിയൊരു ക്യാപ്സ്യൂള്. അപ്പോഴാണ് എൻ്റെ കൂടെ ലോകം പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നതെന്ന്. ഇവിടുത്തെ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ കത്തി വെക്കണ്ടേ, സത്യമാണോ എന്ന് അവനും ആ ടർഫിനും മാത്രം അറിയാം. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും റെഡി ആവുന്ന പരിപാടികളായി. അത് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഗ്രൗണ്ടിൽ പല പല അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. എന്തിനാണെന്നല്ലേ, എതിർകക്ഷികളെ പേടിപ്പിക്കാൻ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുറച്ച തീരുമാനത്തിൽ പലതും കാട്ടിക്കൂട്ടി. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. വാമപ്പിംഗ് ആണ് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന ഓട്ടമായിരുന്നു. അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പരിപ്പിളകിയിരുന്നു കേട്ടോ. ഒരെണ്ണം പോലെ അനങ്ങാത്ത ടീമുകളായതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ. എനിക്കാണെങ്കിൽ എൻ്റെ ദേഹത്ത് ഫുൾ പൊട്ടലും ബഹളവും കൊച്ചയൊക്കെ കേട്ടെ. ആദ്യമായിട്ടാണ് കേൾക്കണേ കുറേ കാലങ്ങൾക്ക് ശേഷം. എന്തൊക്കെയാലും ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെയും കുറേ നേരം നമ്മൾ എന്തൊക്കെയോ കാണിച്ചു. കാരണം കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം എന്തൊക്കെയോ കാണിച്ചു. പിന്നെ വയ്യാണ്ട് അവിടെ ഇരുന്നു. പിന്നെ ബാക്കിയുള്ളവരും ഈ പരിപാടി തുടങ്ങി ഞങ്ങൾ കാണിക്കുന്നുണ്ടിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന്. ഇവൻ എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഈ ചെയ്തതൊക്കെ ഒരു നല്ല സംഭവമാണ്. ഇന്ന് കളിക്കാനുള്ള കാരണം എന്താ? കുറേ കാലം ഫുട്ബോൾ കളിച്ചിട്ട്. അപ്പം നീ വീഡിയോ ഓണാക്കുമ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കണേ. കുറേ കാലം കളിച്ചിട്ട് എടാ വീഡിയോ ഓണാണെന്ന് പറഞ്ഞു. പിന്നെ ആദ്യമായിട്ടില്ല ഈ പരിപാടി ചെയ്യാൻ. നീ അല്ലേ എടാ വീഡിയോ ഓണാക്കുന്നതിന് മൊത്തം മറ്റേ വർത്താനം. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ എടാ നമ്മളിന്ന് എത്ര ആൾക്കാരുടെ എതിരെ നിന്നാണ് കളിക്കുന്നത്? നമ്മൾ മലയാളിപ്പടാ. നമ്മൾ 3 ആൾക്കാരുണ്ട് മലയാളികൾ. പടാവും മിക്കവാറും ലാസ്റ്റിലേക്ക്. അതാണ് എനിക്ക് തോന്നുന്നത് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ മിക്കതും ഒരു റൗണ്ട് ഫ്ലാറ്റ് ഏതിലും മുക്കി പോയി കിടക്കും. അതില്ല കേട്ടോ, കളിക്കണം. നീ കളിക്കുമെന്നറിയോ, നീ എല്ലായിടത്തും കയറി ഓടാൻ വെക്കണ്ട. ഞാനാ ഓടാനാ. അങ്ങനെ അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും എത്തി. എല്ലാവരും എന്ന് വെച്ചാൽ ഇനിയും വരാനുണ്ട്. അവസാനം വന്നവനാണ് ദാ ഇപ്പം ഇടയ്ക്ക് വെച്ച് വന്ന് കയറിപ്പോയവൻ. അവനും വന്നു. പിന്നെ ഞങ്ങൾ ടീം ഇടുന്ന പരിപാടിയിലേക്ക് കയറി. നമ്മുടെ നാട്ടിൽ കളിക്കുന്ന പോലെയൊക്കെ തന്നെ പാടത്ത് നമ്മൾ 2 ടീം ക്യാപ്റ്റനെ വിളിച്ചിട്ട് വിളിക്കുന്ന പരിപാടിയില്ല. ആ സ്കീം തന്നെ. ഓരോരുത്തരെ വിളിച്ചെടുക്കുന്നു, ടീം ഇടുന്നു. ആ പരിപാടികളാണ് അത് നടന്നുകൊണ്ടിരിക്കണേ. ഇവൻ അവനെ വേണം, അവൻ ഇവനെ വേണം, അങ്ങനത്തെ ഇടിയും പോരും അതൊന്നും സംഭവിച്ചില്ല. 2 ആൾക്കാർ പേരിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പേരിട്ട് ഒന്ന് വിളിച്ചെടുക്കുന്ന പരിപാടിയാണ് അത് നടക്കുന്നത്. ഷടപടേ എന്ന് പറഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി കളിമോട് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ ഓരോരോ പരിപാടികൾ ഒന്നും പറയണ്ട. എൻ്റെ പരിപ്പ് പതനത്തിലെത്തി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഗോളിയാവാൻ വന്നു. കാരണം നമുക്ക് വീഡിയോ എടുക്കണ്ടേ. ഫ്രണ്ട് കളിച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരം ഇവിടേക്ക് വന്നു. ഒടുക്കത്തെ കളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം പന്തിൽ മിന്നാൽ ഓടുന്നു. അതല്ലാതെ ഇൻ്റർനാഷണൽ കളിപ്പരിപാടിയൊന്നുമില്ല. ഒരു 4-5 രാജ്യക്കാരുണ്ട് ഇതിനകത്ത്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഗോളിക്ക് വന്നേക്കുന്നത് കൊണ്ടും ഒരുത്തൻ എൻ്റെ പിന്നിൽ ചത്തിരിക്കുന്നുണ്ട്. അവൻ എപ്പോഴും ഗോളി ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, പന്ത് വേറെ ജില്ലയിലേക്ക് പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ സ്ഥാനത്ത് അങ്ങനെ നിൽക്കുക. കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പൊസിഷൻ മാറ്റി. ഇനി കോർണർ ടൈം. അമ്മേ ദേ വരുന്നു നമ്മുടെ പന്ത്, നമ്മുടെ അടുത്തേക്ക് വരുന്നു.
എല്ലാവരും ചത്തു. നമുക്ക് ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിക്കാം. ഇവിടെ ഉള്ളവന്മാരൊക്കെ അതേ ഇരിക്കണേ. നമുക്ക് അവന്മാരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് അവന്മാരുടെ അവസ്ഥ എന്ന്. കുബ, ഹൗ ഡു യു ഫീൽ? no, thanks. How do you Bro, feel? yeah, bro. Kya tha na? How do you feel, man? I feel very good. We are losing by 1 goal, but I think we can win this game. And we are one player less, you know. That doesn't matter. Oh, now this is How now. do you feel? I'm good. Everything is good. The game is going on very well. But the thing is, we are one player less, and still we are losing like 1-10. We are not professionals. You are the professional. Did you see your goal saves? Yeah, you saves a lot of goals. You know. My friend Kuba. No, this is Kuba, this is Benja. Dima. Dima, how do you feel? How do Very you feel good. to having He's a ball lying. on his face? When we start, we was play 4 versus 5. Solomon was chilling here. Lion. Bro, Mafia India lion. how you feeling like after getting മരൊക്കെ പച്ചത്തരി വിളിക്കും. ഇവിടെ അടുത്തവന് ഇരിക്കണേ. ഇവനാണ് ആദ്യം ചത്തത്. ഇവരോട് ചോദിച്ചു നോക്കാം. How do you feel? Man, I'm good. I'm great. Yeah, But you are sitting for a long time. yeah. It's been quite exhausted. It's been a while since I played. When did you football. last touch the ball? Oh man, it was like a year ago. 7 വർഷം മുന്നേ തൊട്ടല്ലേ. How do you feel? I feel super good. This is my coach here. Yes, I'm his coach. Jose Mourinho. Throw the mic. You are the coach. You are the coach. Yes, I'm your coach. So how do you feel? I feel very good. You feel very good. So how Superb. Did I play really well. I scored more than how you play? many And goals. You fell down for long. Yeah, it's okay. It's normal. I didn't hit before coming, so I think that's normal. It's normal. So you didn't hurt yourself. Yeah, I hit like And- Big Mac and- or something. And what do you think about Modakzi? Did he help you? No, No, he it didn't. did not help me. But But what I don't did know. he reply? Of course, I did. It was quiet. It was quiet. Enough. Thank you. നമുക്ക് അടുത്ത ആളെടുത്തു. അതേക്ക് നമ്മുടെ മലയാളി ചേട്ടൻ. എൻ്റെ തണ്ടലിൻ്റെ പരിവുണ്ടല്ലോ, റബ്ബറായിട്ടുണ്ട്. ഇനി എന്താവും അറിയാൻ പാടില്ല. ഇപ്പം പക്ഷെ ഭയങ്കര കളിയായിരുന്നു ഇവൻ. റോബി, അവസ്ഥ പറ, എങ്ങനെയുണ്ട്? അടിക്കല്ലടാ, ഇത് പറയടാ. ആത്മാർത്ഥതയോടുകൂടി കളിയാ. സാഗരെ, സൂപ്പറാണ് സാർ. 2 വാക്ക് പറ നീ. നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്ഷീണിതനാണ്. വേർപ്പല്ല, വെള്ളമാണ്. ശ്വാസം കിട്ടുന്നുണ്ടോ? ശ്വാസം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി കളിക്കാൻ പറ്റുമോ? ജയിക്കും തോന്നണ്ട? ജയിക്കും തോന്നണ്ട? നീ കുറച്ച് അലമ്പുഴ കളിക്കും. ഇനി എല്ലാവരും ചവിട്ടിയിട്ട് വേണം കളിക്കാൻ. ഇനി മുതൽ ഇനി കുറച്ച് അഗ്രസീവ്നെസ് കാണിക്കണം. ഇനി ഒരാളുടെ നമ്മളെ ഫേവറേറ്റ് സുഹൃത്താണ്, പോൾ എന്നാണ് പേര്. ഞാൻ മര്യാദയ്ക്ക് കളിച്ചു. അവൻ ഇടയ്ക്ക് മറ്റേ സെർജിയോ റോബർട്സിന് പോലെ കണ്ടത്തുനിന്ന് കയറി എന്നിട്ട് ബീച്ച് അടിക്കാണ്. നീ ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ കുണ്ടിക്ക് അടിക്കാൻ. ഞങ്ങളിവിടെ 2 പേര്, ഇവിടെ കുറേ പേര്, അവിടെ ഒരുത്തനിരിക്കണ്. ഞങ്ങളൊരു 10-12 പേര്. അയ്യോ, ഹാഫ് ടൈം ബ്രേക്കാണിത്. ചത്തു. ഇന്ന് ഞാൻ പ്രസവിക്കാൻ പോയിട്ട് അനങ്ങാൻ പറ്റണില്ല. എല്ലാവരും ചതിരിക്കും നോക്കിയേ. എല്ലാവരും തീറ്റം കൂടി മാത്രമേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ട് ശരീരം അനക്കണ്ട. ഒരു ശീലമായാലും നല്ലതായിരിക്കും. ഓക്കെ ബൈ. ചത്തു ഇവൻ ചത്തു. 12 minutes. ചത്ത് ചത്ത് ഇവനാണ് ആദ്യത്തെ ചവിട്ടിട്ടത്. കാൽമ കിട്ടി പാവം. പിന്നെയും കുറച്ച് നേരം കൂടി കളി നടന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവസാനം പെനാൽറ്റി ടൈമായി. കാരണം എല്ലാവരും നടുറോട്ടിലായി എന്ന മട്ടായി. ഒരെണ്ണത്തിന് ശ്വാസം കിട്ടണില്ല. അടിക്കടാ. സോറി, കിക്കിങ് ഈസ് നോട്ട് കിക്കിങ്. അടിച്ച് ഞങ്ങൾ 3 മലയാളികൾ ചത്തിരിക്കുകയാണ്. ഞാൻ ചത്തിട്ടില്ല. നീ ചത്തെന്ന് പറഞ്ഞാൽ ഇയ്യാണ്ട് അവിടെ റോട്ടിൽ കിടക്കണ്ട പോലെ കിടക്കണ്ടായിരുന്നല്ല. ഒരു തന്നെ ചവിട്ടും കിട്ടി. അയ്യോ, അവൻ്റെ ചവിട്ടല്ല കിട്ടിയത്. അവൻ്റെ മണ്ടൻ്റെ പോയി കാല് കിട്ടിയത്. അവനെ തന്നെ എനിക്കൊന്നും പറ. സ്വന്തം ടീം താളായിരുന്നു. അല്ല, ഞാൻ ആ സമയത്ത് സ്വന്തം ടീം ആയിരുന്നില്ല. ജീവിതത്തിൽ കുറേ സങ്കടങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിൽ ഒന്നാണ് എന്ത് തേങ്ങയുടെ മൂടെ പറയണേ. സ്നേഹം. ആഹാ, മനസ്സിലൊരു കുളിർമ. പിന്നെ അങ്ങനെ എല്ലാവരും ഫ്രഷായി ജാക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഇനി പുറത്തു പോകണം. പക്ഷെ അതിന് മുൻപ് നമ്മൾ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യണം. കാരണം ആരും നമുക്ക് ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ.
പിന്നെ ഈ കാശ് കൊടുക്കുന്ന പരിപാടി, ഡിസ്കൗണ്ട് ചോദിക്കുന്ന പരിപാടി, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ നടക്കുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ അവർ ചോദിച്ച കാശ് കൊടുത്തു. ഇനി വീട്ടിൽ പോകുന്ന സമയമാണ്. 22 സ്ലോട്ട് വെച്ച് പെർ ഹെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തർ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് അയാൾ കാശ് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ അവിടെ ചെയ്തത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് ബൈ ബൈ പറഞ്ഞ് പോകുന്ന സമയം ആകയാ. കളികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരെണ്ണത്തിന് നേരക്കാൻ വയ്യ. ഞാൻ വരെ ഇഴയാണ് ദൈവന്മാരും. ആണോടാ? അടിപൊളിയായിരുന്നു. ഭയങ്കര ക്ഷീണിതനാണ്. എന്താ ചെയ്യാം. നീ വേറൊരു കാര്യം പറ, എന്തുണ്ട് വിശേഷം ആകെ മൊത്തത്തിൽ? ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, ഭയങ്കര ബിസിയാണ്. തീസിസ് ചെയ്താൻ്റെ അതെന്താ? തീസിസ് പറഞ്ഞാൽ ഫൈനൽ ഇയർ. തീസിസ് എനിക്കറിയാം. അതെന്താന്ന്? സ്ട്രെസ് എന്തിനാന്ന്? എഴുതി തീരണ്ടേ, ഡെഡ് ലൈൻ ഉണ്ടല്ലോ. കം ഓൺ. എളുപ്പമല്ല. അപ്പോൾ കഷ്ടപ്പാടാണ്, എന്നാലും ശ്രമിക്കുന്നു നമ്മൾ. ഇപ്പൊ കളിച്ചു കഴിഞ്ഞപ്പോ സ്ട്രെസ്സൊക്കെ മാറി ചേട്ടാ? കുറച്ചൊക്കെ കഴിഞ്ഞെന്ന് പറയാം. കുഴപ്പമില്ല. ഓക്കെ. എന്താ ഈ പിള്ളേർ കാട്ടിക്കൊണ്ട് നിൽക്കണം? ഓ കിട്ടില്ല ഫ്രെയിം ഓട്ടോ. അടിപൊളി ലൊക്കേഷൻ. ഞങ്ങൾ ഈ കളി അങ്ങോട്ട് സ്ഥിരമാക്കാൻ പോവാ. 240 സ്ലോട്ടി ഞങ്ങൾ ഇത്രയും നേരം കളിച്ചതിന്. നമുക്കിന്ന് ഈ സൈക്കിൾ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കാം. നമ്മൾ ഇടിക്കാൻ പറ്റിയ സൈക്കിളായിരുന്നു ഇവിടെ ഇല്ലടാ. ആ കൊച്ചൊന്ന് ഇടിയും. തിരിച്ചോട്ട് ഇതൊരു പട്ടിമുക്കാണ്, പട്ടിക്കാട് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു മുക്കാണ്. പക്ഷെ കിട്ടില്ല സ്ഥലമാണ്. എനി ട്രാവൽസ് ഫൈനാൻസ് ഈശോ. ഞങ്ങൾ തിരിച്ചോട്ടെ. നല്ല എവിടെയെങ്കിലും പോയി ഒന്ന് ഇരുന്ന് ചായ എന്തെങ്കിലും കുടിക്കണം, എന്നിട്ടൊന്ന് കിടക്കണ്ടോ നീ? ഇന്നത്തെ കളിയുടെ കുറ്റങ്ങളും കുറവുകളും ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അവസാനം എല്ലാ സർക്യൂറ്റും കഴിഞ്ഞ് തിരിച്ചെത്തി. അനങ്ങാൻ പറ്റണില്ല. ചത്തെന്നൊക്കെ പറഞ്ഞാൽ വെടിപ്പായിട്ട് ചത്ത്. ഇതൊന്ന് ശീലമാക്കണം. എന്നെപ്പോലെ തിന്നു കുടിച്ചിറക്കുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെന്നുണ്ടെ ശരീരമൊക്കെ ഒന്ന് അനക്കിക്കോ. അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്ന് അനക്കുമ്പോൾ സ്വർഗം കാണും. എനിക്കിനി നാളെ നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എൻ്റെ 2 കാലും കലാസ്, ബാക്ക് കലാസ്, കഴുത്ത് കലാസ്, ഈ ഷോൾഡർ കലാസ്. ആകെ മൊത്തത്തിൽ നല്ല സുഖമുണ്ട്. നല്ല ചൂടുവെള്ളത്തിൽ പോയി കുളിക്കട്ടെ, ശരിയട്ടെ. പരീക്ഷയുടെ ക്ഷീണം വെട്ടിപ്പായിട്ട് മാറിയിട്ടുണ്ട്. അയ്യോ, പരീക്ഷേനെ കുറിച്ച് പോയിട്ട് ഒന്നിനെ ഉറക്കാൻ എനിക്കിനി വയ്യ. കട്ടിൽ കണ്ട ഞാൻ അവിടെ കിടക്കും. കളി കലക്കി, ഒക്കെ സൂപ്പർ. അമ്മേ, പക്ഷെ ശരിയാക്കാൻ പോവാം. നല്ല പരിപാടിയാണ്. ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ജിമ്മ്, ഏതേലും ഒന്ന് ചെയ്യണം. അല്ല ശരിയാവില്ല. ഒരു 3 മാസം ഗർഭിണി ലുക്കിലാണ് നിൽക്കണേ ഞാൻ. ഇപ്പോൾ ഗർഭിണനായി. എന്തായാലും ഒരു പരിഹാരം കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ. പരീക്ഷ കാലത്തെ കുളം ഒരെണ്ണം കുഴപ്പമില്ലായിരുന്നു, ഒരെണ്ണം കുളം. അത് കഴിഞ്ഞ് ഇന്നത്തെ കളി മൊത്തത്തിൽ ശുഭം. അപ്പോൾ ശുഭദിനം. ബൈ.